ബിഗ് ബോസ് സീസൺ 6 ഡേ 10 മോർണിംഗ് ആക്ടിവിറ്റിയെ കുറിച്ചിട്ടാണ്. മോർണിംഗ് ആക്ടിവിറ്റികൾ ബിഗ് ബോസ് സീസണുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന കണ്ടസ്റ്റൻസ് വളരെ കുറവാണ്. ഇന്ന് ശ്രീരേഖയ്ക്ക് കണ്ടസ്റ്റൻസിനെ അഭിനയം പഠിപ്പിക്കുക എന്നുള്ളൊരു ടാസ്ക്കാണ് കിട്ടിയത്. വളരെ ഭംഗിയായിട്ട് അവർ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിനോടൊപ്പം അവർക്ക് പറയാനായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ പറയുകയുണ്ടായി. റോക്കി ഈ മോർണിംഗ് ആക്ടിവിറ്റിയെ അല്ലെങ്കിൽ കണ്ടസ്റ്റൻസ് നടത്തുന്ന ഓരോ പെർഫോമൻസുകളെ വളരെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരാളാണ്. റോക്കി എങ്ങനെയും ഈ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിലും കണ്ടന്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം വിജയിക്കുന്നുണ്ട്. ശ്രീരേഖ നല്ലൊരു ആക്ടറാണ്. അത് ഹൗസിലും റിയലിലും എന്നുള്ളത് കണ്ടസ്റ്റൻസിനും പ്രേക്ഷകർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. ശ്രീരേഖ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അഭിനയത്തെ 2-3 തരങ്ങളായി തിരിച്ചിട്ടാണ് കണ്ടസ്റ്റൻസിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ജിൻഡോയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞ് ശുദ്ധന്മാരായിട്ടുള്ള ആളുകൾക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. അത് പ്രേക്ഷകർക്കും കണക്റ്റ് ആവുന്ന ഒരു സംഗതിയാണ്. ജിൻഡോ ഒരു ഗെയിമിലേക്ക് വരുമ്പോഴും വളരെ റിയൽ ആയിട്ട് തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ റസ്മിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞിട്ട് റസ്മിൻ ദേഷ്യം പ്രകടിപ്പിക്കാറുണ്ട്. എന്നാൽ അത് എല്ലായിടത്തും അത്തരത്തിൽ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. ചിലപ്പോൾ ഓവറായി പോവാറുണ്ട് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അഡ്വാൻസ് ആയിട്ട് ഒരു മുൻകൂർ ജാമ്യം എന്നുള്ള രീതിയിൽ ശ്രീരേഖ തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞൊരു സംഗതിയുണ്ട്. തൻ്റെ കരച്ചിലും അങ്ങനെ ഓവറായി പോവാറുണ്ട്. ഇന്നലെ ആ ഒരു കീയുടെ കേസിൽ എനിക്ക് വളരെ ഓവറായി തോന്നിയ ഒരു കരച്ചിൽ ശ്രീരേഖയുടെ ഭാഗത്തു നിന്ന് വരികയുണ്ടായി. അതേപോലെ പല സിറ്റുവേഷൻസിലും ശ്രീരേഖ നടക്കുന്നതും ഇരിക്കുന്നതും ഡയലോഗ് പറയുന്നതും എല്ലാം ഒരു നാടകത്തിൻ്റെ സ്റ്റേജിൽ എങ്ങനെയാണോ അത്തരത്തിലാണ്. അതെനിക്ക് തുടക്കം മുതൽ തന്നെ വളരെ അധികം ഫീൽ ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്. ശ്രീരേഖ പറയുന്ന മറ്റൊരു സംഗതിയുണ്ട്. ഒബ്സർവർ ആയിട്ടുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ ആക്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മൾ ആക്ടിംഗ് ക്ലാസ്സുകളുടെ ഭാഗമായിട്ട് കേട്ടിട്ടുള്ളതാണ്. ഈ ഒരു ആക്ടിംഗ് ക്ലാസ് വളരെ ഭംഗിയായിട്ട് എടുത്ത് തീർക്കാൻ ശ്രീരേഖയെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ജാൻമണിയെ വിളിച്ച് വളരെ രസകരമായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഇട്ടുകൊടുത്തത്. ടോട്ടൽ പെർഫോമൻസിൽ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു അപ്പ് വരണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംഗതികൾ വേണം. അപ്പോൾ ജാൻമണിക്ക് നവരസങ്ങളല്ലാതെ പിന്നെയും രസങ്ങൾ അറിയാം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റോടെ 2-3 രസങ്ങൾ അവിടെ ട്രൈ ചെയ്യിപ്പിച്ചു. സർ ചോദിച്ച ചോദ്യത്തിന് മറുപടി ആയിട്ടുള്ളൊരു എക്സ്പ്രഷൻ, ജാൻമണി വളരെ സുന്ദരിയായിരിക്കുന്നു, അതേപോലെ തന്നെ ജാൻമണി ഇന്ന് കാണാൻ മോശമായിരിക്കുന്നു. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ജാൻമണി ഒരു പതിവ് എക്സ്പ്രഷൻ ഇട്ടു. വാട്ട് അവർ എന്ന് പറയുന്ന ഒരു വേർഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പ്രഷൻ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. സുരേഷ് ഏട്ടൻ്റെ അഭിനയത്തെക്കുറിച്ചിട്ടും ആ ഒരു മിതത്വത്തെക്കുറിച്ചിട്ടും പറയുന്ന ശ്രീരേഖ ഋഷിയുടെ അഭിനയത്തിലെ ഒരു പ്ലസ് ആയിട്ടുള്ള ഡാൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഋഷി മോർ ഒരു ഡാൻസറാണ്. അഭിനയത്തിലേക്ക് വരുമ്പോഴത്തേന് നാച്ചുറൽ ആക്ടിംഗ് ആണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ സീരിയലിലൊക്കെ കാണുന്നതാണ്. അദ്ദേഹം കയ്യിൽ നിന്ന് ഇട്ടിട്ട് വളരെ നാച്ചുറലായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അഭിനയത്തിൽ അധിക ദൂരം പോകണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു പുരോഗതി വേണം എന്നുള്ളൊരു കമൻ്റായിരുന്നു ശ്രീരേഖയ്ക്ക് ഉണ്ടായിരുന്നത്. അതിനോടൊപ്പം സ്ഥിരമായി ആക്ടിംഗ് ക്ലാസ്സുകളിൽ കേൾക്കുന്ന കൊമേഡിയൻസ് ആണ് ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ്. കാരണം അവർ ഒരേ സമയം ക്രിയേറ്ററാണ്. അവർക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ അവരാണ് ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ്. അവർക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള റോളുകളും കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ കൊമേഡിയൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അത് ജാൻമണിയെ കണക്ട് ചെയ്തിട്ട് പിന്നീട് ഒരു അവസരത്തിലും ശ്രീരേഖ പറയുകയുണ്ടായി. ഈ ഒരു സിറ്റുവേഷനിലാണ് റോക്കി ഒരു ചോദ്യമായിട്ട് വരുന്നത്. ഈ ഒരു ആക്ടിവിറ്റികളൊക്കെ അവിടെ നടക്കുമ്പോൾ റോക്കി അതിനോടൊന്നും സഹകരിക്കാതെ ഒരു തരത്തിലുള്ള എക്സസൈസുകളും ചെയ്യാതെ, ആക്ടിങ് എക്സസൈസുകളും ചെയ്യാതെ വെറുതെ നിൽക്കുന്നതാണ് സ്ക്രീനിൽ കാണുന്നത്. അദ്ദേഹത്തിന് ഒരു ടാസ്ക്കാണ്. അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ഒരു കമൻറ്റ് വഴി ശ്രീരേഖ നൽകിയത്. റോക്കിയോട് അഡീഷണൽ ആയിട്ടുള്ളൊരു എക്സ്പ്രഷൻ തന്നെ പഠിപ്പിക്കാൻ പറയുന്നു. റോക്കി അത് പഠിപ്പിക്കാമെന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് വന്ന് ശ്രീരേഖയെക്കുറിച്ചിട്ടുള്ള കമൻറ്റുകളാണ് പറയുന്നത്. ശ്രീരേഖയ്ക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ്, അപ്പോൾ ഡ്യുവൽ അല്ല, തനിക്ക് ട്രിപ്പിൾ പേഴ്സണാലിറ്റി ആണ് എന്നുള്ളത് ശ്രീരേഖ എടുത്തു പറയുന്നു. അതേപോലെ തന്നെ ശ്രീരേഖ ആദ്യ ദിനം തന്നെ അഭിനയത്തിൻ്റെ പല രീതികൾ കാണിച്ചു തരുന്നുണ്ട്. ഇതൊക്കെ റോക്കി മോർണിംഗ് ആക്ടിവിറ്റികൾ ഉപയോഗിക്കുന്ന ഒരു രീതിയായിട്ട് കണ്ടാൽ മതി. ഇത് എല്ലാ ആൾക്കാരും ഉപയോഗിക്കേണ്ടതാണ്. അല്ലാതെ കണ്ടസ്റ്റൻ്റ് വന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ പെർഫോം ചെയ്ത് കൈയടിച്ച് ബാക്കിയുള്ള ആളുകൾ പോകുന്നത് ഗെയിമിൻ്റെ രീതിയല്ല. റോക്കി അവിടെ പെർഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു സഹകരണമില്ലായ്മ ആളുകളെ ഒഫൻഡഡ് ആക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ റോക്കിയും ഒരു നല്ല ആക്ടറാണ് എന്നുള്ളത് ശ്രീരേഖ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആദ്യ ദിനം തന്നെ, ഗെയിം തുടങ്ങിയ ആദ്യ ദിനം തന്നെ ഒരു ടാസ്കിൽ റോക്കി അഭിനയിച്ചത് നമ്മൾ കണ്ടതാണ് എന്നൊക്കെ ശ്രീരേഖ പറയുന്നു. ശ്രീരേഖ അവിടെയും മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇത്തിരി ഓവറായിട്ട് തന്നെയാണ് എക്സ്പ്രസ് ചെയ്തത് തൻ്റെ ആ ഒരു വിയോജിപ്പുകൾ. അതിനുശേഷം കണ്ടസ്റ്റൻസിൽ ഓരോ ആളുകളുടെയും ആക്ടിങ്ങിനെ കുറിച്ചിട്ടും ആക്ടിങ് ഫ്യൂച്ചറിനെ കുറിച്ചിട്ടും ടാസ്കിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ശ്രീരേഖ പറയുകയാണ്. നോറ പഠിച്ചു വരുന്നതേ ഉള്ളൂ, അത്യാവശ്യം കുഴപ്പമില്ലാതെ ആക്ട് ചെയ്യുന്നുണ്ട്. കരച്ചിൽ പോലെയുള്ള കാര്യങ്ങളിൽ കുറച്ച് കൺട്രോൾ വരുത്തണമെന്ന് ശ്രീരേഖ പറയുന്നു. തന്നെ പോലെ എന്ന് എടുത്തു പറയുന്നുണ്ട്. താനും കുറച്ച് കൺട്രോൾ വരുത്തേണ്ട ഒരാളാണ് എന്ന് ശ്രീരേഖ പല ആവർത്തി സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ നോറയ്ക്കൊരു ഡൗട്ട്, താൻ ചെയ്യുന്നത് ആക്ടിങ് ആണെന്നാണോ പറയുന്നത്? ശരിയാണ്, നോറ പല സമയത്തും അതൊരു ഗെയിമായിട്ട്, ഇമോഷണൽ അപ്രോച്ച് വെച്ചിട്ടുള്ള ഒരു ഗെയിമായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ശ്രീരേഖ പറയുന്നു അങ്ങനെയല്ല. അത് കഴിഞ്ഞിട്ട് നിഷാൻ എപ്പോഴും ആ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഫേസിലിടുന്നത് കുറയ്ക്കണം.
അത് ഓവർ ആവുന്നുണ്ട്. ജിൻഡോയുടെ കാര്യത്തിൽ ഇമ്പ്രൂവായി വരുന്നുണ്ട്. കോമഡി റോളുകളിൽ നിന്ന് സീരിയസ് ആയിട്ടുള്ള റോളുകളിലേക്കുള്ള ഒരു മാറ്റം കാണുന്നുണ്ട്. നല്ല ഫ്യൂച്ചറുണ്ട്. സിജോ സഹനടൻ എന്നുള്ളൊരു രീതിയിലുള്ള പെർഫോമൻസാണ് ഇപ്പോൾ കാണുന്നത്. നായകനാവാനായിട്ടുള്ള ശ്രമങ്ങളുണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുക. ഋഷി നല്ലൊരു ഡാൻസറാണ്, നാച്ചുറലായിട്ട് ആക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ടേക്ക് വരിക. അർജുനെ കുറിച്ചിട്ട് പറഞ്ഞത് ഒരു നല്ല ഒബ്സർവറാണ്. മുന്നേ ഓഫ് ബീറ്റ് സിനിമകളിൽ ആക്ട് ചെയ്യുന്ന ആളുകളുടെ എക്സ്പ്രഷനെ കുറിച്ചിട്ട് പറഞ്ഞ ശ്രീരേഖ അതും ഇതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. കണ്ണുകൾ കൊണ്ടൊക്കെ അഭിനയിക്കാൻ കഴിവുള്ള ഒരു നടനാണ് അർജുൻ. സുരേഷ് ഏട്ടനെ കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഒരു ഒബ്സർവറാണ്. അദ്ദേഹം വളരെ മിതത്വത്തോടെ തന്നെ ആക്ടിങ് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. എന്നാൽ ചില അവസരങ്ങളിൽ ഓവറായി പോവാറുണ്ട്. ഈ ലാസ്റ്റ് ദിവസത്തിൽ ആ ഒരു പ്രാങ്ക് പല ആളുകൾക്കും ഓവറായി തോന്നി. എനിക്ക് പേഴ്സണലി തോന്നിയില്ലായിരുന്നു. റോക്കി പ്രതിനായക വേഷം മാത്രം ചെയ്താൽ പോരാ, ഇടയ്ക്ക് നായകനാവാനായിട്ടുള്ള ഒരു ശ്രമവും കൂടെ നടത്തണം. ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഒരു ആക്റ്റിൽ നായകനും വലിയ പ്രാധാന്യമുണ്ട്. അത് റോക്കിയുടെ സ്വയം നായകനാവുന്ന ആ ഒരു ചിന്തയെ ഒന്ന് ഉടയ്ക്കാൻ വേണ്ടിയായിരിക്കാം ശ്രീരേഖ പറഞ്ഞത്. ശരണ്യോട് താങ്കൾ നല്ലൊരു എൻ്റർടൈനറാണ്, നല്ലൊരു ഡാൻസറാണ്, ഇമ്പ്രൂവായി വരുന്നുണ്ട്. ശ്രീധുവിനോട് താങ്കളുടെ സ്മൈലാണ് മെയിൻ. ആ ഒരു സ്മൈൽ കൊണ്ടാണ് താങ്കൾ മറ്റുള്ള ആളുകളുടെ മനസ്സിൽ ഇടം പിടിക്കുന്നത്. ശരിയാണ്. അതേപോലെ നല്ല കഥാപാത്രങ്ങൾ വരാനായിട്ട് താങ്കൾ കാത്തിരിക്കുകയാണ്. താങ്കൾക്ക് പറ്റിയ ഒരു കഥാപാത്രം ഇതുവരെ വന്നിട്ടില്ല. പ്രേക്ഷകനും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ്. ശ്രീധു വന്ന അന്ന് മുതൽ തന്നെ എങ്ങോട്ടെന്നില്ലാതെ ഓടി നടക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. അദ്ദേഹത്തിന് പറ്റിയ റോളുകൾ അവിടെ കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഗെയിമുകൾ നമ്മൾ കണ്ടിട്ടില്ല. റസ്മിൻ അഭിനയം പഠിച്ചു വരുന്നുണ്ട്. എന്നാലും ആ ഒരു അഭിനയത്തിൽ സ്ഥിരം തുടരാനായിട്ട് റസ്മിന് താല്പര്യമില്ല. ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ്. എന്നാലും റസ്മിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ശ്രീരേഖ പറയുന്നത്. റസ്മിൻ, ജാസ്മിൻ, ഗബ്രി ഈ പറയുന്ന ആ ഒരു കൂട്ടത്തിനിടയിൽ പെർഫോം ചെയ്യുന്നത് നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുന്നതാണ്. ഗബ്രിയോട് താങ്കൾ നല്ലൊരു ഒബ്സർവറാണ്. അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് താങ്കൾ ചില ഡയലോഗുകൾ അടിക്കും. അത് എല്ലാ ആളുകൾക്കും പറ്റില്ല. അതേപോലെ താങ്കൾ നല്ലൊരു ഡയറക്ടർ എന്ന് പറയാനായിട്ടാണ് എനിക്ക് ആഗ്രഹം. താങ്കൾ പലതും ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. ശരിയായിരിക്കാം. ശ്രീരേഖയുടെ ഒരു ഗെയിമിൽ ശ്രീരേഖ അത് ഒബ്സർവ് ചെയ്യുന്നത് ഇപ്പോൾ ജാസ്മിൻ, റസ്മിൻ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ ടോട്ടൽ സീനിൽ ഗബ്രി ഡയറക്റ്റ് ചെയ്തൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതായിട്ടായിരിക്കാം. അതായിരിക്കാം ശ്രീരേഖ അങ്ങനെ ഉദ്ദേശിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം പവർ ടീമിലേക്ക് ആളെ എടുക്കുന്ന സമയത്തൊക്കെ ഗബ്രിയുടെ ആ ഒരു ഡയറക്ഷനിൽ അവർ വിജയം കണ്ടു. ശ്രീരേഖയുടെ വാക്കിന് അവിടെ വിലയുണ്ടായില്ല. ഇന്നലെ ആണെങ്കിലും ശ്രീരേഖ വിയോജിപ്പ് പറഞ്ഞ സമയത്ത് അത് വേറൊരു ഇഷ്യൂയിലേക്ക് പോവുകയുണ്ടായി. ജാസ്മിൻ അഭിനയത്തിൻ്റെ കാര്യത്തിൽ പെർഫെക്റ്റ് ആണ് എന്നുള്ളൊരു കമൻറ്റാണ് ശ്രീരേഖയുടെ അടുത്ത് നിന്ന് വരുന്നത്. അത് ഒരു ബോൾഡായിട്ടുള്ള ഹീറോയിൻ എന്നുള്ളത് മാത്രമല്ല, ഹീറോയിൻ്റെ പല വകഭേദങ്ങളും ജാസ്മിൻ കാണിക്കാറുണ്ട്. ഇന്നലെ നമുക്ക് വളരെ വീക്കായിട്ടുള്ളൊരു ഹീറോയിനാണ് ജാസ്മിൻ കാട്ടിത്തന്നത്. ഗബ്രിയോട് വളരെ ചേർന്ന് നിന്ന് റൊമാൻറ്റിക്കായിട്ട് കാര്യങ്ങളെ പരിഹരിച്ച് ഗബ്രിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളെ പോലെയാണ് ഹൗസിൽ ജാസ്മിൻ കാണപ്പെട്ടത്. അൻസിബയ്ക്ക് ആക്ടിങ്ങിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ഡയറക്ഷനാണ് എന്നുള്ളതറിയാം. അത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഗെയിമുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ വായിക്കണം. അൻസിബയാണ് കഴിഞ്ഞ ദിവസത്തെ കുറേയധികം ഇവൻറ്റ്സ് ഡയറക്റ്റ് ചെയ്തത്. ഇപ്പോൾ ഋഷിയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തതും ഗബ്രിയെ കുറിച്ചിട്ടും ജാസ്മിനെ കുറിച്ചിട്ടും പറഞ്ഞു കൊടുത്തതും, അതേപോലെ തന്നെ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ഗെയിം നോമിനേഷനിലേക്ക് വരാതിരിക്കാനുള്ള ഗെയിം പറഞ്ഞു കൊടുത്തതും എല്ലാം അൻസിബയാണ്. നമ്മളും അൻസിബ ഇത്രയധികം പെർഫോം ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നില്ല. ജാൻമണി മുന്നേ പറഞ്ഞതുപോലെ തന്നെ കൊമേഡിയനാണ്, ബ്രില്യൻ്റ് ആണ്. കൊമേഡിയൻസ് ഹീറോയെക്കാളിലും കൂടുതൽ കയ്യടികൾ വാങ്ങാറുണ്ട്. ആദ്യ ദിനങ്ങളിൽ നമ്മൾ കണ്ടതാണ്. എല്ലാ ആളുകൾക്കും ഇഷ്ടം ജാൻമണിയുടെ ആ ഒരു സംസാര ശൈലിയും പെർഫോമൻസും ഒക്കെ ആയിരുന്നു. അപ്സര ഒരു ഗുഡ് ഒബ്സർവറാണ്, നല്ല ഫ്യൂച്ചറുള്ള ഒരു നടിയാണ്. ഇതൊക്കെയായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റിയിൽ ആക്ടിംഗ് വർക്ക്ഷോപ്പിൻ്റെ ഭാഗമായിട്ട് നടന്ന ചില കാര്യങ്ങൾ. ഇത്തരത്തിലുള്ള പ്രതീക്ഷകളാണ് മോർണിംഗ് ആക്ടിവിറ്റി കാണുന്ന സമയത്ത് എനിക്കുള്ളത്. ഇവിടെ